നടൻ മമ്മൂട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ മോഹൻലാലിൻ്റെ ലാലിസം എന്ന് പറയുന്ന പരിപാടിയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും വിയോജനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അവസാനിപ്പിക്കാനും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ വേട്ടയാടുന്ന അവസാനിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കലാകാരൻ തൻ്റെ കലാപ്രകടനങ്ങൾ നടത്തുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിച്ചുമാണ്. അതിൻ്റെ നന്മതിന്മകളൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. മോഹൻലാൽ എന്ന നടനെ നമ്മൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവത്തിനാണ്. അത് അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ അഭിമാനമായ ഒരു കലാകാരനാണ് അദ്ദേഹം. ഇനി വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴയ്ക്കാതെ സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതുപോലെ കാണുകയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രവൃത്തികളിലേക്ക് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കുകയും സംഘർഷങ്ങളിൽപ്പെടുത്താതെ ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുകൂടെ അപേക്ഷിക്കുക. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഞാൻ എൻ്റെ അനുഭാവങ്ങളും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം വളരെ ആഘോഷപൂർവ്വം പ്രതീക്ഷാപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ നാഷണൽ ഗെയിംസിൻ്റെ ശോഭ കെടുത്തുന്നത് ഈ വിവാദങ്ങൾ മൂലം കെട്ടുപോകരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടെ എനിക്കുണ്ട്. എല്ലാവരും എൻ്റെ വാക്കുകൾ നേരായ അർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടെ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച് നടൻ മമ്മൂട്ടി രംഗത്തെത്തുമ്പോൾ കലാകാരൻ എന്നുള്ള രീതിയിൽ മോഹൻലാൽ പെർഫോമറാണ്. ആ പെർഫോമൻസ് അനുസരിച്ച് മോഹൻലാൽ അവിടെ പെരുമാറി. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുക, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താതിരിക്കുക എന്ന് നടൻ മമ്മൂട്ടി പറയുമ്പോൾ NV ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും. ബാലു, സിനിമാ മേഖലയിൽ നിന്നുള്ള വാക്കായി മമ്മൂട്ടിയുടെ ഈ വാക്കുകളെ കാണാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ലാലിസവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം, സർക്കാരിന്റെ നിലപാട്, ഇതിനെയൊക്കെ ഏത് അടിസ്ഥാനത്തിൽ വേണം ഇപ്പോൾ വിലയിരുത്തേണ്ടത്? പ്രധാനമായും പ്രദീപ്, സംഘാടക സമിതിക്ക് വന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന ഒരു പരാതി സിനിമാ രംഗത്തുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തുള്ളവർ പൊതുവെ മോഹൻലാലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അതിന് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ്. കാരണം മോഹൻലാൽ ഒരു പെർഫോമറാണ്, ഒരു ആക്ടറാണ്. അതുകൊണ്ട് ഇത്തരം ഒരു നടൻ്റെ സ്വഭാവവിശേഷതകളും നടൻ്റെ ചാരുതയും പുറത്തു വരുന്നത് അതിൻ്റെ വിവിധ സങ്കേതങ്ങളെ അനുസരിച്ചാണ്. അതുകൊണ്ട് മോഹൻലാലിനെ മാത്രം കുറ്റപ്പെടുന്നത് ശരിയല്ല. അതിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ മൊത്തം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ഒരു പരാമർശം നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. തൻ്റെ വാക്കുകൾ ഉദ്ദേശശുദ്ധിയോടുകൂടി പരിഗണിച്ചുകൊണ്ട് ഇതൊരു വിവാദമുണ്ടാക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് മമ്മൂട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സിനിമാ രംഗത്തുള്ളവർ മോഹൻലാലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഷോ ഡയറക്ടറായ TK രാജീവ്കുമാർ ഫെഫ്കക്ക് പരാതി നൽകിയിരിക്കുന്നു. തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. അതോടൊപ്പം ഫെഫ്ക ഇതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഭരണപക്ഷത്തും കോൺഗ്രസിനകത്തും പോലും ഭിന്നത രൂപപ്പെട്ട് വരുന്ന സാഹചര്യം പോലും സംജാതമായിരിക്കുന്നു. ഏതായാലും ഇത് വൻ വിവാദമായി മാറാൻ ഉള്ള സാധ്യതകളാണ് ഇനിയും കാണുന്നത്. പ്രദീപ്, ബാലുവിലേക്ക് തിരികെ എത്താം. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും. ഡാനി, മമ്മൂട്ടിയുടെ നിലപാട് അത് വ്യക്തമാക്കപ്പെടുമ്പോൾ സിനിമാ മേഖലയുടെ മൊത്തത്തിലുള്ളൊരു വികാരം, മമ്മൂട്ടി പറയുന്ന വാക്കുകൾ എന്തൊക്കെ സൂചന നൽകുന്നു? ഒരു കലാകാരന്റെ വികാരം, അതിനപ്പുറത്തേക്ക് എവിടെയാണ് താളപ്പിഴകൾ സംഭവിച്ചത് എന്നാണ് മമ്മൂട്ടി വിലയിരുത്തുന്നത്? പ്രദീപ്, മമ്മൂട്ടി വളരെ വ്യക്തമായ വാക്കുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. കലാലോകത്തിൻ്റെ, മലയാള സിനിമാ ലോകത്തിൻ്റെ പിന്തുണ അദ്ദേഹം തൻ്റെ വാക്കുകളിൽ കൂടി തന്നെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കലാകാരൻ പരിപാടി അവതരിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ്. മോഹൻലാൽ സതുദ്ദേശത്തോടെ ചെയ്ത കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ വിലയിരുത്തണം. അദ്ദേഹം അഭിമാനമായ ഒരു താരമാണ്. അദ്ദേഹത്തെ ശാന്തമായി തൻ്റെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കണം. ഇത്തരം വിവാദങ്ങളിൽ പെടുത്തിക്കൊണ്ട് നാഷണൽ ഗെയിംസിൻ്റെ ശോഭ കളയാവുന്ന
ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മോഹൻലാലിനെ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം. ഈ കാര്യത്തിൽ കലാലോകത്തിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ മോഹൻലാലിനെ അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ, ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു രീതി എന്ന നിലയിൽ തന്നെ കൊണ്ട് തന്നെ മോഹൻലാലിനെ തൻ്റെ പിന്തുണ അറിയിക്കുകയാണെന്നാണ് മമ്മൂട്ടി വാർത്താ സമ്മേളനത്തിലേക്ക് പറഞ്ഞത്. തീർച്ചയായും ദേശീയ ഗെയിംസ് മുന്നോട്ട് കൊണ്ടുപോവുക, മറ്റു വിവാദങ്ങളിലേക്ക് ഇതിനെ എത്തിക്കരുത് എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ഇത് മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ കലാലോകത്തിന്, സിനിമാ ലോകത്തിൻ്റെ തന്നെ ഒപ്പം തന്നെയുള്ള ഒരു പിന്തുണയാണ് അദ്ദേഹം വ്യക്തമാക്കിയ തൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ. പ്രദീപ്. യെസ്, ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും NV ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത്. ബാലു, ഇപ്പോൾ നടൻ മമ്മൂട്ടി വളരെ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അത് കലാലോകത്തിന്റെ നിലപാടാണ്. ഇവിടെ ചില കൂട്ടിച്ചേർക്കലുകൾക്ക് ആവശ്യമുണ്ടോ? PC ജോർജ് അല്പം മുമ്പ് പീപ്പിൾ TVയോട് പറഞ്ഞത് സംഘാടനത്തിലെ പിഴ, കൊടും കാട്ടുകൊള്ള നടക്കുന്നു എന്നാണ് PC ജോർജ് അല്പം മുമ്പ് പീപ്പിൾ TVയോട് പറഞ്ഞത്. ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ വാക്കുകൾ സംഘാടനത്തിലെ പിഴ, ഇന്ന് മമ്മൂട്ടിയുടെ വാക്കുകൾ, മോഹൻലാലിന്റെ സർക്കാരിലേക്കുള്ള ഇമെയിൽ, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ദേശീയ ഗെയിംസിൽ ലാലിസത്തിന് അപ്പുറത്തേക്ക് ഉദ്ഘാടന മാമാങ്കം അടക്കമുള്ള കാര്യങ്ങളിൽ എവിടേക്കാണ് കാര്യങ്ങൾ വരുന്നതും കൃത്യമായ വിലയിരുത്തലുകൾ വരുന്നതും? പ്രദീപ്, സംഘാടനത്തിലെ പിഴവ് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള മൂല കാരണം എന്ന് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇത്തരമൊരു വലിയൊരു മെഗാ മേള നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ മേള നടക്കുന്ന സ്റ്റേഡിയത്തിൽ നേരത്തെ തന്നെ പരിശീലനം നടത്തുക എന്നത് നടക്കുന്ന സാധാരണ പ്രക്രിയ മാത്രമാണ്. ഒരാഴ്ച മുമ്പെങ്കിലും സ്റ്റേഡിയം കലാകാരന്മാർക്ക് വിട്ടുകൊടുക്കുകയും സ്റ്റേഡിയത്തിൽ നിരവധി തവണ പരിശീലനം നടത്തുകയും ശേഷം മാത്രമായിരിക്കും പൊതുവെ ഇത്തരം പരിപാടികളുമായി രംഗത്ത് വരികയുള്ളൂ. തലേ ദിവസം രാത്രി ഒരു പൂർണ്ണ റിഹേഴ്സൽ നടക്കുകയും ചെയ്യും. ഏതായാലും ഇത്തരമൊരു റിഹേഴ്സൽ കാണാൻ പോലും സംഘാടക സമിതിക്ക് സമയം കണ്ടില്ല എന്ന കാര്യം ഇന്നലെ ചീഫ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം വളരെ മുമ്പ് തന്നെ സ്റ്റേഡിയം പണി പൂർത്തിയാക്കാനും സ്റ്റേഡിയം പണി പൂർത്തിയാക്കിയതിനു ശേഷം സ്റ്റേഡിയം കലാകാരന്മാർക്ക് വിട്ടു നൽകുന്നതിന് വേണ്ടിയും തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിഴവ്. അവിടെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടനത്തിലെ പിഴവിനെ സംബന്ധിച്ച് വന്ന ആരോപണങ്ങൾ ഏതെങ്കിലും വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘത്തിലോ ഏൽപ്പിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്.